ഇന്ന് നമുക്ക് ഒരു സാൻഡ്വിച്ച് നമുക്ക് മേക്ക് ചെയ്യാം. അതിൻ്റെ റെസിപ്പീസാണ് നമ്മളുടെ പനീറുണ്ട്, പിന്നെ കസ്തൂരി മേത്തിയുണ്ട്, പിന്നെ ബട്ടറുണ്ട്, പിന്നെ സവാളയുണ്ട്, പിന്നെ ക്യുമിങ് സീഡുണ്ട്, പിന്നെ ഗാർലിക് ഉണ്ട് കേട്ടോ. പിന്നെ 2-3 അഡീഷണൽ വരുന്നുണ്ട്, അത് ഞാൻ വഴിയെ പറയാം കേട്ടോ. ഇതൊരു വെജ് റെസിപ്പിയാണ്, വെജ് ബ്രേക്ക്ഫാസ്റ്റാണ്. പക്ഷേ പനീർ റിപ്ലേസ് ചെയ്തിട്ട് നമ്മൾ ചിക്കൻ ആക്കിയിട്ടുണ്ടെങ്കിൽ നോൺ വെജ് ആകും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ചിക്കൻ ഇഷ്ടമല്ല, വലിയവർക്ക് ചിക്കൻ ഇഷ്ടമല്ല, പനീർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ചിക്കൻ ആക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഇവിടെ എനിക്ക് കഴിക്കാനാണ്, അപ്പോൾ പിന്നെ പനീർ മതിയാവുമല്ലോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മൾ ഒലിവ് ഓയിലാണ് കേട്ടോ അതിനെ ഒന്ന് കുക്ക് ചെയ്യുന്നത്. ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ മതി, വെളിച്ചെണ്ണ ഒഴുകി ഏത് കുക്കിംഗ് ഓയിലും മതി. പിന്നെ കടുകെണ്ണയും ടേസ്റ്റാണ് കേട്ടോ ഇതിന്, കടുകെണ്ണയിലാണെങ്കിലും ടേസ്റ്റാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ, അതാണ് ഞാൻ പറഞ്ഞത് കടുകെണ്ണ ടേസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞത്. അപ്പം ഒത്തിരി അങ്ങോട്ട് കുക്ക്ഡ് ആവേണ്ട, മൈൽഡായിട്ടായാലും മതി. എന്നിട്ട് അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒനിയൻ ഇട്ടു, എന്നിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്ത് കൊടുക്കുക. തീ കുറച്ചിടുക, ഇല്ലാന്നുണ്ടെങ്കിൽ കത്ത് പിടിച്ചു പോകും. പിന്നെ അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഇന്ന് രാവിലെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവക്കുട്ടീനെ ഞാൻ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്നാക്കി കൊടുത്ത് തിരിച്ച് വന്നപ്പം ഞാൻ അങ്ങോട്ട് എന്നെ ബോയിൽ ചെയ്യണ രീതിയിൽ ഞാൻ അങ്ങോട്ട് എൻ്റെ പൊന്നു എന്തൊരു ചൂടാണല്ലേ. ഈ ഒരു വെയിലത്തൊക്കെ നമ്മളൊരു 5-6 പ്രാവശ്യം നടന്നാൽ മതി, അയ്യോ ചെയ്ത പാപങ്ങളൊക്കെ വീടും. അതിവിടെ എന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയില്ല. ഓക്കെ, എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ. ഞാൻ ഈ പാൻ മറ്റേ പുകയണ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തതാണത്. പിന്നെ അതേ നമ്മുടെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, മുളക് പൊടി ആവശ്യത്തിന്, മല്ലിപ്പൊടി ആവശ്യത്തിന്. നെക്സ്റ്റ് കമ്മിങ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷണൽ മാത്രമാണ്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെജ് മസാല ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ചാറ്റ് മസാല ആഡ് ചെയ്യാം, നിർബന്ധമില്ല. പിന്നെ എനിക്കത് ഇഷ്ടമുള്ളത് കൊണ്ട് കുറച്ച് സ്പൈസി ആയിക്കോട്ടെ എന്ന് കരുതി, അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ആഡ് ചെയ്തത്. ഇതൊന്നും ഇല്ലാത്തവർ നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇത്ര ആഡ് ചെയ്താൽ മതി. അതിനുശേഷം നമ്മുടെ കസ്തൂരി മേത്തി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് അതിലേക്ക് നമ്മളുടെ പനീർ നമ്മൾ ആഡ് ചെയ്യുന്നു. അയ്യോ എനിക്ക് പറയുമ്പോൾ തന്നെ കൊതി വരുന്നു കേട്ടോ. ഞാൻ കഴിച്ചാൽ കഴിഞ്ഞിരിക്കുവാണേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇഷ്ടമുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മുടെ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. സോസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പം ആ കൊടുത്തിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ് ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ്, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സുഖമില്ല ശരിക്കും. വേറൊരു സോസ് ആഡ് ചെയ്യേണ്ട, ഓൺലി ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കുക. നമ്മുടെ ഫില്ലിംഗ് റെഡി. ഇനിയിപ്പം നമുക്ക് നമ്മുടെ സാൻഡ്വിച്ച് ഉണ്ടാക്കാനുള്ള ബ്രെഡിലേക്ക് നമുക്ക് ഈ ഫില്ലിംഗ് ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കൊരു പ്രശ്നമുണ്ട്, സാൻഡ്വിച്ച് ബ്രെഡ് നമുക്ക് അവൈലബിൾ അല്ല എൻ്റെ വീട്ടിൽ. അപ്പോൾ നമ്മുടെ നോർമൽ ബ്രെഡ് മതി. പിന്നെ അതിൽ നമ്മൾ ചീസ് സ്ലൈസ് എടുത്തു. ചീസ് സ്ലൈസിലേക്ക് നമ്മൾ ഫില്ലിംഗ് ഇട്ടിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചീസ് സ്ലൈസ് മസ്റ്റായിട്ട് ഇടണം കേട്ടോ. ഡബിൾ ചീസ് ആണെങ്കിൽ എൻ്റെ ദൈവം ഒരു രക്ഷയില്ലെന്നേ. പക്ഷേ ഡബിൾ ചീസ് ഇടാൻ പറ്റില്ല, കാരണം രാവിലെ തന്നെ 2 കോഴിമുട്ട ഞാൻ കഴിച്ചു. ഓവറായാലും പ്രശ്നമാവുമല്ലോ, അപ്പോൾ കഴിച്ചില്ല. പിന്നെ കുറച്ച് ഫില്ലിംഗ് എൻ്റെ വായിലോട്ട് പോയി. എന്തൊരു ടേസ്റ്റാണെന്ന് അറിയും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അല്ലെങ്കിലും പനീർ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ മസാലയും കൂടി ആയപ്പോണ്ടല്ലോ ഫില്ലിംഗ് ഒക്കെ ഒരു രക്ഷയില്ല കേട്ടോ ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടുത്ത് നമ്മൾ കുറച്ച് ബട്ടർ ഇട്ടിട്ട് നമ്മുടെ പാനിൽ ചൂടാക്കുക കേട്ടോ. ഇങ്ങനെ കുറച്ച് നേരം അതിനിട്ടിട്ട് പൂക്കളം അങ്ങോട്ട് ഇട്ടോളൂ കേട്ടോ. ശരിക്കും പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പണിയാണ് കേട്ടോ. ഞാൻ പിള്ളേരെ കണ്ടം വഴി ഓടിക്കും, കാരണം എൻ്റെ പാൻ കുറേ കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഈ പാനൊക്കെ പിള്ളേർക്ക് ഞാൻ കൊടുക്കില്ല, കാരണം അത്യാവശ്യം അറിയാമല്ലോ നമ്മൾ എക്സ്പെൻസീവ് ആണ് താനും. പിന്നെ നിങ്ങൾ ചീത്തയാക്കി കളയുമെന്ന്, ഞാൻ പുറത്ത് പോകുമ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കലൊക്കെയാണ് ഇവരുടെ ജോലി. അതുകൊണ്ടിട്ട് പക്ഷേ ഞാനിതൊന്നും തൊടിയിക്കാറില്ല, ഇത്തരം ഏരിയയിലോട്ടേ ഞാൻ കിടത്താറില്ല. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. എന്നിട്ട് നമ്മളിത് ബട്ടർ ഒന്ന് മെൽറ്റായി വന്നു. അതിലേക്ക് നമ്മുടെ സാൻഡ്വിച്ച് വെച്ചു. അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ ബട്ടർ എടുത്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് നല്ല ഒരു മസ്റ്റായിട്ടുള്ളൊരു സ്റ്റെപ്പാണ്, എങ്കിൽ മാത്രമേ ടേസ്റ്റ് അങ്ങോട്ട് വരത്തുള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മളിത് ഒന്ന് ലിഡ് വെച്ചിട്ട് അങ്ങോട്ട് മൂടുക. എന്നിട്ട് നമ്മളൊരു 1/2 സെക്കൻഡ്സ് ഇരിക്കട്ടെ. അപ്പോഴേക്കും നമ്മളുടെ ചീസും അതേപോലെ തന്നെ ആ വെജിറ്റബിൾസും അല്ല മസാലയും പിന്നെ അതേപോലെ ബട്ടറും എല്ലാം കൂടി അങ്ങോട്ട് ടോസ്റ്റഡായിട്ട് വരും കേട്ടോ. അപ്പോൾ അതിനിടയിൽ കുറച്ച് വെള്ളം കുടിക്കട്ടെ കേട്ടോ, ചൂടുവെള്ളം കുടിക്കട്ടെ. മാക്സിമം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുവാന്നേ. എനിക്ക് തോന്നുന്നു ഞാൻ വെള്ളം കുടിക്കൽ കുറവാണ്. വേനൽക്കാലത്താണ് ഇങ്ങനെ വെള്ളം കുടിക്കണത്, മഴക്കാലമൊക്കെ വരുമ്പോൾ വെള്ളമേ കുടിക്കാറില്ല എന്നേ. ചൂടുവെള്ളം എനിക്ക് പറ്റത്തുള്ളൂ കേട്ടോ, തണുത്തോളം ഒട്ടും പറ്റത്തില്ല. അങ്ങനെ നമുക്കിതേ ലിഡ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ സാൻഡ്വിച്ച് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ടോസ്റ്റഡ് ആയിട്ടുള്ള സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ആ ബ്രെഡിൻ്റെ വലിപ്പക്കുറവിൻ്റെ ഒരു കുറവ് മാത്രം ഒഴികെ എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം പനീർ താല്പര്യമില്ലാത്ത ആണെങ്കിൽ ഒന്ന് മറ്റേ നമ്മളുടെ ചിക്കൻ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളിയാണ്. ചിക്കനും പനീറും ആണെങ്കിൽ അടിപൊളിയായിരിക്കും. അതിനുശേഷം നമ്മൾ നെടുവനെ ഒന്ന് മുറിക്കുക. ഒരു കംപ്ലീറ്റ് ഫുഡാണ് കേട്ടോ, നമ്മുടെ വയറ് നിറയും ശരിക്കും. ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി, ഡബിൾ ചീസിൻ്റെ ആവശ്യമില്ല. ഡബിൾ ചീസ് ആണെങ്കിൽ പിന്നെ ആ ദിവസം വിശക്കൽ കുറവായിരിക്കും.
കണ്ടില്ലേ, അങ്ങനെയാണ്. ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. രാവിലെ ഒരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, പ്രീ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, 2 മുട്ട കഴിച്ചു. ഇപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്, റിയൽ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ബാക്കിയുള്ള ഫില്ലിങ്ങിനെ പറ്റി ഒന്നും ഓർത്ത് ആരും വിഷമിക്കേണ്ട, അത് ഞാൻ തന്നെ കഴിക്കും. ഇവിടെ പനീറിൻ്റെ ഐറ്റംസ് ഒന്നും പിള്ളേർക്ക് ഇഷ്ടമൊന്നുമല്ല, എനിക്ക് മാത്രമാണ് ഇഷ്ടം ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും. സാമിനും ഇഷ്ടമല്ല. സാമു എന്നെ ഇങ്ങനത്തെ ഫുഡൊക്കെ ഉണ്ടാക്കി എന്നോട് കഴിച്ചോളാൻ പറയും. പുള്ളിക്ക് മടിയാണ് ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കുന്നത്. പനീറാണെങ്കിൽ കഴിക്കില്ല, ചിക്കൻ ആണെങ്കിൽ കഴിക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ല ആ സർപ്രൈസ് എന്താണെന്ന്. ആ സർപ്രൈസത്തെ ഞാൻ കാണിക്കാൻ പോവാണ് കേട്ടോ. നമ്മുടെ TV സ്റ്റാൻഡിൻ്റെ അടിയിലുണ്ടായിരുന്ന എല്ലാവരും അങ്ങോട്ട് മാറ്റിയിട്ട് നമുക്കേ ഒരു മെയിൻ ആളുകളെ നമ്മളിവിടെ പ്രതിഷ്ഠിപ്പിക്കാൻ സമയമായി. വേറൊന്നുമല്ല, ഞാൻ വളരെയധികം കാത്തിരുന്ന എൻ്റെ ആ കൺമണികൾ കുട്ടികളെ വന്നു ചേർന്നു. അതായത് ഞാൻ ഒരു ആൻറ്റിക് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആൻറ്റിക് ഐറ്റംസ് എന്ന് പറഞ്ഞിട്ട്. ശോകമായിട്ടുള്ള രൂപമായിരുന്നല്ലോ, ഒരു 10-60 വർഷത്തെ പഴക്കമുള്ളതും 25 വർഷത്തെ പഴക്കമുള്ള ഒരു സംഭവങ്ങളൊക്കെ. അതെല്ലാം പ്ലേറ്റ് ചെയ്തു. 25 വർഷം പഴക്കമുള്ളത് ഇങ്ങനെ പുതിയതുപോലെയായി. എൻ്റെ അങ്കിളാണ് കേട്ടോ ചെയ്ത് തന്നത്. പുള്ളിക്കാരനെ സ്വസ്ഥത കൊടുത്തിട്ടില്ല. എനിക്ക് കുറേ ദിവസമായി, അതിനൊരു മാസത്തിലധികമായി ഞാൻ കൊടുത്തിട്ട്. പക്ഷേ വിഷുവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടിട്ട് അമ്പലത്തിലെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിൽ ഇപ്പോൾ എൻ്റെ കയ്യിലോട്ട് കിട്ടി. പിന്നെ ഇത് വന്നിട്ട് ഒരു 60 ഇയേഴ്സിൻ്റെ പഴക്കമുണ്ട് കേട്ടോ. വിളക്ക് ഇത് മണ്ണെണ്ണ വിളക്ക്, കെറോസിൻ ലാമ്പാണ് കേട്ടോ. ഇതിനൊരു 60 ഇയേഴ്സിൻ്റെ പഴക്കമുണ്ട്. ഇത് എൻ്റെ അമ്മയുടെ അപ്പൻ, ഓക്കെ, അമ്മയുടെ അപ്പൻ കൊടുത്തതാണ് കേട്ടോ. അമ്മാമ്മയ്ക്ക് കൊടുത്താണ്. അപ്പം അമ്മമ്മ തറവാട്ടിൽ വെച്ചു, അത് അമ്മ എടുത്തു. അമ്മ ഇപ്പം എൻ്റെ കയ്യിലോട്ട് വന്നു. ഓക്കെ, ഇനിയിപ്പോൾ എൻ്റെ പിള്ളേരെടുക്കും. ഇതൊക്കെ അങ്ങനെയാണ് നമ്മളിങ്ങനെ കൈമാറി വരുന്ന കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് നമ്മളുടെ എന്നിട്ടാണ് കിണ്ടി ഇല്ലേ, ഇതാണ് നമ്മുടെ കിണ്ടി. ഈ കിണ്ടി വന്നിട്ട് ഇതും ഇതേപോലെ തന്നെ 60 ഇയേഴ്സിൻ്റെ പഴക്കമുണ്ട്. അതായത് എൻ്റെ മുത്തിയമ്മേനെ ഈ പറഞ്ഞതുപോലെ എൻ്റെ അപ്പൻ, അതായത് എൻ്റെ അപ്പാപ്പൻ ഈ സ്ത്രീധന വിരോധിയായിരുന്നു. അപ്പോൾ സ്ത്രീധനം വാങ്ങിച്ചില്ല. സ്ത്രീധനമല്ല, സോറി അവിടെ നിന്ന് പോയി. സ്ത്രീധനമല്ല, ഈ ഡെലിവറിക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഗോൾഡും കാര്യങ്ങളൊന്നും വേണ്ടെന്ന് പറഞ്ഞു എൻ്റെ മുത്തപ്പാപ്പനോട്, അതായത് അമ്മയുടെ അപ്പനോട് പറഞ്ഞു. അപ്പം പുള്ളിക്കാരൻ സമ്മാനിച്ചതാണ് ഈ ഐറ്റംസൊക്കെ എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. എനിക്ക് അങ്ങനെയാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കേൾക്കുന്നവർ ക്ഷമിക്കുക, അതായത് എൻ്റെ ഫാമിലിയിലുള്ളവർ ക്ഷമിക്കുക. ഇങ്ങനെയാണെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ കാണുന്ന കുഞ്ഞിക്കിണ്ടിയും ആ കുഞ്ഞിപ്പറയും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചതാണ്. അതായത് മിസ്റ്റർ സാം വാങ്ങിച്ചതാണ്. ഇവിടുത്തെ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് വാങ്ങിച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ, അല്ലെങ്കിൽ ആൻറ്റിക് പീസസ് എവിടെ കണ്ടാലും അഫോർഡബിൾ ആണെങ്കിൽ ഞാൻ വാങ്ങും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം ഉണ്ട്. ഈ കുഞ്ഞു വിളക്കും ഞങ്ങളുടെ തന്നെയാണ് കേട്ടോ. നമ്മളിവിടെ വന്നപ്പോൾ വാങ്ങിച്ചതാണ്. അതിന് വലിയ പഴക്കമൊന്നുമില്ല, പക്ഷേ പ്ലേറ്റ് ചെയ്യിപ്പിച്ചപ്പോൾ എല്ലാം ചെയ്തെന്നുള്ളൂ. കണ്ടോ, ഈ വിളക്കും 60 ഇയേഴ്സിൻ്റെ, അതായത് ഹാഫ് സെഞ്ച്വറിയുടെ ഒരു പഴക്കമുണ്ട്. മോർ ദാൻ ഹാഫ് സെഞ്ച്വറി പഴക്കമുണ്ട്. അതും ഈ പറഞ്ഞതുപോലെ തന്നെ കേട്ടോ, എല്ലാവരും മോർ ദാൻ ഹാഫ് സെഞ്ച്വറി പഴക്കമുള്ള എല്ലാ ഐറ്റംസും നമ്മളുടെ അപ്പാപ്പൻ, അതായത് എനിക്ക് തോന്നുന്നു എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ സമ്മാനിച്ചൊരു സംഭവമാണ് കേട്ടോ. പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിൽവർ ജൂബിലി ആഘോഷിക്കുന്നതാണ്. 25 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ളൂ മറ്റേ വിളക്കിന്. അപ്പം ഈ ഒരു ഐറ്റംസൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞത്. ശരിക്കും ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, എനിക്കിത് ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നേ ഇല്ല. ഈ ഒരു ഏരിയയിൽ നിന്ന് ഇങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിയിരിക്കലായിരുന്നു എൻ്റെ ജോലി കേട്ടോ. ശരിക്കും അതിനെല്ലാത്തിനും ഉപരി നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ പറ്റണ ഒരു ഭാഗ്യം തന്നില്ലേ നമ്മളുടെ ആ എന്താ പറയുക ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദേഴ്സ് കൊടുത്തത്. ഇപ്പോഴും അതൊന്നും പോവാണ്ട്, അതിൻ്റെ ഒന്നും കളങ്കം ഒന്നും മാറാണ്ട് ഏറ്റവും പുതുമയോടെ തന്നെ സൂക്ഷിക്കാനുള്ളൊരു അനുഗ്രഹം നമുക്ക് കിട്ടുന്നതും വളരെ നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ അവരുടെയൊക്കെ ബ്ലെസ്സിങ്സും, പിന്നെ അവരാണെങ്കിലും അങ്ങനെയൊക്കെ ഒരു ലൈഫ് ഉണ്ടെങ്കിൽ, അവരൊക്കെ കാണുന്നുണ്ടെന്നുള്ള സത്യാവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അവർ കാണുന്നുണ്ടാവും, അവർ സന്തോഷിക്കുന്നുണ്ടാവും. ഇത് വന്നിട്ടാണ് കേട്ടോ നമ്മളുടെ എന്നിട്ടാണ് കോളാമ്പി. അപ്പോൾ കോളാമ്പിയും പ്ലേറ്റ് ചെയ്തു, അതിൽ ബുദ്ധനെ വെച്ചു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അതും ഇത് എത്ര വർഷം, കുറേ 60 വർഷത്തെ പഴക്കമുള്ള കോളാമ്പിയാണ് കേട്ടോ നേരത്തെ കണ്ടത്. പിന്നെ ഉച്ചക്കലത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെ കറിയും കാര്യങ്ങളൊക്കെ പുറത്തെടുത്ത് വെക്കുവാണ്. ചിക്കനും ഉണ്ട്, അച്ചിങ്ങ മെഴുക്ക് വരട്ടിയുണ്ട്, അത്ര മതി. അതിനുശേഷം കുറച്ചധികം പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു രാവിലത്തെ. കാരണം രാവിലെ ആകെ കൂടെ ഒരു 11 മണിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പം ആ 2 മുട്ട കഴിച്ചിട്ട് പോയതാണ്. പിന്നെ കടയിലൊക്കെ പോകാനുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വൈകിയ എൻ്റെ തലവേദന എടുത്ത് പണ്ടാറുടങ്ങും ഞാൻ. അപ്പോൾ അതുകൊണ്ടിട്ട് ഇനിയിപ്പോൾ കൂടുതൽ പണിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ കിച്ചണൊക്കെ വൃത്തിയാക്കി ഇനിയിപ്പോൾ ഇവ വരുന്ന സമയത്ത് എന്തെങ്കിലും കുക്ക് ചെയ്താൽ മതി. അപ്പം എന്താണെന്നുണ്ടെങ്കിലും ഇതായിരുന്നു ഞാൻ പറഞ്ഞ പ്രിഷ്യസ് ആയിട്ടുള്ള ഐറ്റംസ്. തികച്ചും എനിക്ക് വളരെ വിലപിടിപ്പുള്ള സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ എനിക്ക്. അപ്പം ഇനിയിപ്പോൾ നമ്മുടെ മക്കളത് സൂക്ഷിച്ച് വെക്കട്ടെ, അവർ എത്രയും വിലപ്പെട്ടതായിട്ടത് സൂക്ഷിച്ച് വെക്കട്ടെ അത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ, സീ യു.